കൂടുതൽ വിവരങ്ങളുമായി റിയാസ് KM ചേരുന്നുണ്ട്. റിയാസ്, പ്രതീക്ഷിച്ചതിലും വലിയ വ്യാപ്തി ആ ദുരന്തത്തിനുണ്ട് എന്നാണ് ഓരോ നിമിഷവും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്കറിയേണ്ടത് എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതെന്നാണ്. ലിബിഷ്, ഓരോ മിനിറ്റുകൾ കഴിയുന്തോറും മരണസംഖ്യ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് വയനാട്ടിൽ നിന്നും ഉണ്ടാകുന്നത്. 19 പേരുടെ മരണമാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇനിയും അത് മരണസംഖ്യ വർദ്ധിക്കും എന്നുള്ളതാണ്. 19 പേരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ കണ്ടെടുത്തത്. അതിൽ പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, വിദേശ പൗരനടക്കമുണ്ട് എന്ന് സംശയിക്കുന്നു. ഒരാൾ വിദേശ പൗരനാണ് എന്ന് സംശയിക്കുന്നുണ്ട്. അങ്ങനെ സമാനതകളില്ലാത്ത ഒരു വലിയ ദുരന്തമാണ് ഈ വയനാട് മേപ്പാടിയിൽ ചൂരൽമലയിലും അട്ടമലയിലും മുണ്ടക്കൈയിലുമായി നടന്നിരിക്കുന്നത്. അട്ടമലയും മുണ്ടക്കൈയുമെല്ലാം തന്നെ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. NDRFന്റെ ഒരു സംഘം മുണ്ടക്കൈയിൽ എത്തിയിട്ടുണ്ട്. 4 സംഘം NDRFന്റെ 4 ടീമുകൾ ഉച്ചയോടുകൂടി ഇവിടത്തേക്ക് എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ കോഴിക്കോട് നിന്നും സൈന്യത്തിന്റെ ഒരു ടീം പുറപ്പെട്ടിട്ടുണ്ട്. കോയമ്പത്തൂരിൽ നിന്നും ഹെലികോപ്റ്റർ പുറപ്പെട്ടിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് മിലിറ്ററിയുടെ മറ്റൊരു സംഘം പുറപ്പെട്ടിട്ടുണ്ട്. ഈ കോയമ്പത്തൂരിൽ നിന്നും പുറപ്പെട്ടത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററാണ്. മറ്റൊരു ഹെലികോപ്റ്റർ കൂടി വരുന്നുണ്ട്. മന്ത്രിമാരിൽ 2 പേർ ഇപ്പോൾ വയനാട്ടിൽ എത്തിയിട്ടുണ്ട്. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും AK ശശീന്ദ്രനും വയനാട്ടിൽ എത്തിയിട്ടുണ്ട്. മറ്റു 3 മന്ത്രിമാർ, റവന്യൂ മന്ത്രി K രാജൻ അടക്കമുള്ള ആളുകൾ എത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വയനാട് കളക്ടർ മേഘശ്രീയുടെ നേതൃത്വത്തിൽ ഏകോപിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയതായി സർക്കാർ വ്യക്തമാക്കുന്നു. രക്ഷാപ്രവർത്തനം നടക്കുന്നു. വീടുകൾ നേരത്തെ നിന്നിരുന്ന ഈ പ്രദേശം, പ്രത്യേകിച്ച് മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം, അവിടെ പൂർണ്ണമായും അവിടെ നിലനിന്നിരുന്ന പല വീടുകളും ഇപ്പോൾ കാണാനില്ല. മണ്ണിനടിയിലോ വെള്ളത്തിനടിയിലോ ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി എന്നാണ് കരുതുന്നത്. മൃതദേഹങ്ങൾ പലതും കണ്ടെത്തിയത് ചാലിയാർ പുഴയിലാണ്. പിഞ്ചുകുഞ്ഞിൻ്റേതുൾപ്പെടെയുള്ള മൃതദേഹം കണ്ടെത്തിയത് മലപ്പുറം ജില്ലയുടെ ഭാഗമായ പോത്തുകല്ലിൽ നിന്നടക്കമാണ് കണ്ടെത്തിയത്. അങ്ങനെ വലിയൊരു ദുരന്തം, മനുഷ്യ മനസ്സുകളെ വിറങ്ങലിപ്പിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത്രയധികം വേദനിപ്പിക്കുന്ന ഒരു വലിയ ദുരന്തത്തിനാണ് വയനാട് ഇന്ന് പുലർച്ചെ സാക്ഷ്യം വഹിച്ചത്. ഏറ്റവും ആദ്യം മുണ്ടക്കൈയിൽ ആണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. ഇന്ന് പുലർച്ചെ 1:15 ആദ്യത്തെ ഉരുൾപൊട്ടൽ. 2 മണിയോടുകൂടി മറ്റൊരു ഉരുൾപൊട്ടലുണ്ടായി. 4:15 മൂന്നാമത്തെ ഉരുൾപൊട്ടലുണ്ടായി. അതോടുകൂടിയാണ് ഈ ചൂരൽമലയിലും ഉരുൾപൊട്ടലുണ്ടായത്. പുഴ ഗതിമാറി ഒഴുകുന്ന ഒരു സാഹചര്യം. മഴയ്ക്ക് ഇപ്പോൾ ഒരു അല്പശമനം വന്നിട്ടുണ്ട്. നാട്ടുകാരും ഒപ്പം അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരും എല്ലാം തന്നെ NDRFനൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങളുണ്ട്. NDRF, ഫയർഫോഴ്സ്, പോലീസ്, വനം വകുപ്പ്, റവന്യൂ വകുപ്പ്, തദ്ദേശ സ്വയംഭരണം വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടുള്ളത്. വയനാട് ജില്ലാ കളക്ടർ RD മേഘശ്രീ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചുകൊണ്ട് അവിടെയുണ്ട്. ഒപ്പം 2 മന്ത്രിമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ AK ശശീന്ദ്രനും കടന്നപ്പള്ളി രാമചന്ദ്രനും വയനാട് എത്തിയിട്ടുണ്ട്. T സിദ്ദിഖ് MLA അവിടെയുണ്ട്. ഇനിയിപ്പോൾ മറ്റ് മന്ത്രിമാർ വരുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള വലിയൊരു സംഘം വരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി തന്നെ ഈ കാര്യങ്ങൾ വിലയിരുത്തി വരുന്നുണ്ട്. കൂടാതെ നേരത്തെ വയനാട് MPയും ഇപ്പോൾ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള രാഹുൽ ഗാന്ധി കേന്ദ്രമന്ത്രിമാരുടെ ഉൾപ്പെടെ സഹായം തേടുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയൊരു ദുരന്തം, രാജ്യം തന്നെ കണ്ട ഒരു വലിയൊരു ദുരന്തത്തിലേക്ക് വയനാട് പോയിരിക്കുന്നു. ഈ പുലർച്ചെ പിഞ്ചുകുഞ്ഞുങ്ങളടക്കം ആരാധനാലയങ്ങളും ഒപ്പം വിദ്യാലയങ്ങളും അടക്കം ഈ മണ്ണിനടിയിലാകുന്ന ഒരു സാഹചര്യം, ഒരു പ്രദേശം മുഴുവൻ തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം. മുണ്ടക്കൈയും അട്ടമലയും എല്ലാം തന്നെ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയ ഒരു സ്ഥിതിയാണുള്ളത്. ഇവിടത്തേക്ക് മരപ്പാലം നിർമ്മിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സൈന്യം എത്തിയ ഉടൻ തന്നെ ഏറ്റവും ആദ്യം ഈ ചൂരൽമല മേഖലയെയും ടൗണിനെയും ഈ മുണ്ടക്കൈയെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ മലപ്പാലം നിർമ്മിക്കുകയായിരിക്കും. എയർലിഫ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തും. 2 ഹെലികോപ്റ്ററുകൾ വന്നയുടൻ തന്നെ ആളുകളെ എയർലിഫ്റ്റിംഗ് നടത്തി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റും. കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. വയനാട്ടിൽ നിന്നും മറ്റൊരു വിവരം എന്ന് പറയുന്നത് ബാണാസുര സാഗർ അണക്കെട്ടിന്റെ ഷട്ടർ തുറന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രദേശവാസികളും ഇതിന്റെ പരിസരത്തുള്ളവരും കടുത്ത ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. സെക്കൻഡിൽ 8.5 ക്യൂബിക് മീറ്റർ ജലമാണ് അണക്കെട്ടിൽ നിന്നും പുറത്തേക്ക് ഒഴുക്കിക്കളയുന്നത്. ഘട്ടം ഘട്ടമായി സെക്കൻഡിൽ 35 ക്യൂബിക് മീറ്റർ വരെ വെള്ളം സ്പിൽവേ ഷട്ടർ തുറന്ന് ഒഴുക്കിക്കളയും. അണക്കെട്ടിന്റെ സംഭരണശേഷി 773.50 മീറ്ററിൽ എത്തിയതോടെയാണ് ഈ അധിക ജലം പുറത്തേക്ക് ഒഴുക്കിക്കളയുന്നത്. അങ്ങനെ
എല്ലാം കൊണ്ടും ജാഗ്രത പുലർത്തേണ്ടുന്ന ഒരു സാഹചര്യമാണ്. മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. നേരിയൊരു ശമനം മാത്രമാണ് ഉള്ളത്. രക്ഷാപ്രവർത്തനം നാട്ടുകാരുടെയും ഒപ്പം തന്നെ സർക്കാർ വകുപ്പുകളുടെയും എല്ലാം ഒരു ഏകോപനത്തോട് ഒറ്റക്കെട്ടായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഓരോ മിനിറ്റ് കഴിയുന്തോറും മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന മൃതദേഹങ്ങളുടെ എണ്ണം കൂടുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ഈ മരിച്ചവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്.